ഒരു ചത്ത ഈച്ച അല്ലേ അനാചാരത്തിന് വേണ്ടി കൊടുത്തതിന്റെ പേരിൽ നരകത്തിലാ. കൊടുത്തോളിൻ, പരസ്യം കൊടുക്കണോ, ബാനർ കൊടുക്കണോ, എന്ത് വേണേലും കൊടുത്തോ. പിന്നെ ചില ആളുകളുണ്ട്, ഞങ്ങൾ പിരിവൊന്നും കൊടുക്കൂല, അല്ലെങ്കിൽ ഞങ്ങള് അവർക്ക് പോസ്റ്ററിനോ പരസ്യമോ ബാനറോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യുമെന്നറിയോ, പരിപാടി നടക്കുമ്പോ ഞങ്ങളൊന്ന് പോകും. എന്താ നടക്കുന്നതെന്നും അറിയണമല്ലോ. അല്ല, അങ്ങനെ ഒരു ന്യായമുണ്ട്. അവിടെ എന്ത് നടക്കും എന്നറിയണമല്ലോ. എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പുതിയ ഐറ്റമാണ് ഔലിയാക്കളുടെ കറാമത്ത് വെളിപ്പെടുത്താൻ. എന്താണ്? വെട്ടും കുത്തും റാത്തീൻ. അല്ലേ? വെട്ടും കുത്തും റാത്തീൻ, ഔലിയാക്കളുടെ കറാമത്ത് വെളിപ്പെടുത്താൻ. ശരീരം ഇങ്ങനെ കീറി മുറിക്കുക. ഏതാ ഔലിയാക്കളാ അങ്ങനെ ചെയ്തത്? മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എപ്പോഴെങ്കിലും പടച്ചവന്റെ മുന്നിൽ തന്റെ സ്ഥാനം വെളിവാക്കാൻ വേണ്ടി ഒരു കത്തി എടുത്തിട്ട് തന്റെ ശരീരം കീറിയിട്ടുണ്ടോ? അടുത്ത് നിൽക്കുന്ന ആളുടെ ശരീരം കീറിയിട്ടുണ്ടോ? പോട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴെങ്കിലും താൻ അല്ലാഹുവിന്റെ നബിയാണെന്ന് തെളിയിക്കാൻ അബൂജഹലിനെ അബൂലഹബിനെയൊക്കെ പിടിച്ചങ്ങോട്ട് നിരത്തി നിർത്തുക, എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിക്കുക, അബൂബക്കറെ ഇവിടെ വാ, കത്തി കൊണ്ട് വയറ്റിൽ ഒരു കീറ്, എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ ഉമിനീര് കൊണ്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക. ചെയ്തിട്ടുണ്ടോ? അള്ളാന്റെ റസൂല് ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും യുദ്ധത്തിൽ മുറിവ് പറ്റി വന്ന സഹാബാക്കൾക്ക് അള്ളാന്റെ ഹബീബ് ഉമിനീര് മുറുക്കിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാന്റെ മുഅ്ജിസത്ത് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടോ? കൺകെട്ട് വിദ്യകൾ. എങ്കിൽ പിന്നെ എന്താകണം? കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട വലിയായിട്ട് ആരെ പറയണം? മജീഷ്യൻ മുതുകാടിനെ പറയണം, അല്ലേ? അയാൾ എന്തൊക്കെയാ കാണിക്കുന്നത്? സ്റ്റേജിൽ അങ്ങോട്ട് കൊണ്ടു നിർത്താൻ 3 തുണ്ടമായിട്ട് അങ്ങോട്ട് വെട്ടി മുറിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഒന്നി ചേർക്കുക. അതിലും വലിയ കറാമത്തുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയും? അങ്ങനെ ഒരു പരിപാടി നടക്കുന്നെങ്കിൽ ഒന്ന് പോകാമല്ലോ, ഒന്ന് പോയിട്ട് എന്താ നടക്കുന്നതെന്നൊന്ന് കാണാമല്ലോ. അല്ലാതെ അതിനോട് ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ അതിനെ വിജയിപ്പിക്കുന്നില്ല, എന്താ നടക്കുന്നതെന്നൊന്ന് കാണാമല്ലോ എന്ന് ന്യായം പറഞ്ഞു പോകുന്നവരുണ്ട്. അതിനെപ്പറ്റി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അവരെ പറ്റിയും അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ഒരു പരിപാടി നടക്കുമ്പോ ആളുകൂടലാണല്ലോ അതിന്റെ വിജയം. ഇപ്പൊ ഈ പരിപാടി നടന്നു, അല്ലേ? അൽഹംദുലില്ലാഹ്, ഇവിടെ പരിപാടി നടക്കുന്നു. നടക്കാതിരിക്കാൻ പല പരിശ്രമങ്ങളും നടന്നു, ആളുകൂടാതിരിക്കാൻ പല കിംവദന്തികളും പറഞ്ഞു വരുത്തി, അല്ലേ? അൽഹംദുലില്ലാഹ്, ഇത്ര ആള് വന്നില്ലേ, പരിപാടി വിജയിച്ചില്ലേ? ഒരു പരിപാടിക്ക് ആളുകൂടലാ അതിന്റെ വിജയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇതേപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ വേറെ ഒരു വിജയവും അവർക്ക് കൊടുക്കുന്നില്ല, ഞങ്ങളൊന്ന് പോയി നിന്ന് കാണുക മാത്രമേ ഉള്ളൂ. അതിലും വലിയ വിജയം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ കാണാൻ ആളുകൂടലാണല്ലോ വിജയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, അക്രമങ്ങളും അനാചാരങ്ങളും നടത്തപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ദീനുമായി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പരിപാടികൾ നടത്തപ്പെടുമ്പോൾ ആരെങ്കിലും അവിടേക്ക് വെറുതെ ഒന്ന് പോയാൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പരിപാടികളായി നടത്തപ്പെടുമ്പോൾ ആരെങ്കിലും അവിടേക്കൊന്ന് നടന്നു പോയാൽ അതെവിടെ എന്താണ് നടക്കുന്നത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത് അനാചാരമെന്ന് സമ്മതിക്കുന്നതോടൊപ്പം, അത് അന്ധവിശ്വാസമെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം ആ ചെയ്യുന്നത് മുഴുവനും അക്രമമാണ് എന്നറിയുന്നതോടൊപ്പം ആരെങ്കിലും അവിടേക്കൊന്ന് പോയാൽ അവർക്ക് സഹായകരമായ രീതിയിൽ ആരെങ്കിലും സൈഡിൽ ചെന്നൊന്ന് കയ്യും കെട്ടി നിന്നാൽ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? ഫഖദ് ഖറജ മിനൽ ഇസ്ലാം. പരിപാടി നടത്തുന്നവര് മാത്രമല്ല, പിന്നെയോ സൈഡിൽ പോയി കയ്യും കെട്ടി നോക്കി നിന്നവരുണ്ടല്ലോ, അവരുൾപ്പെടെ ഫഖദ് ഖറജ മിനൽ ഇസ്ലാം. ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കുകയാ. അതുകൊണ്ട് എന്റെ മുസ്ലിം ആദർശത്തെ പടയം വെക്കല്ലേ, വിശ്വാസത്തെ വലിച്ചെറിയല്ലേ, ഇസ്ലാമിനെ
ഉപേക്ഷിച്ച് കളയല്ലോ. ജനനം മുതൽ മരണം വരെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ മരിക്കുന്ന സമയത്ത് വിശുദ്ധമായ കലിമ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ പോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കല്ലേ എന്ന് പടച്ചവൻ പഠിപ്പിച്ച പോലെ ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ സൈഡിൽ പോയി നിൽക്കുന്നവൻ എന്താണ്? ഇസ്ലാമിലെ പുറത്താണ്, ഇസ്ലാമിനെ പുറത്താണ്. പടച്ചാൻ വരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലേ. മുസ്ലിം സമുദായം പോകും, ഇതൊക്കെ ഒന്ന് കാണണമല്ലോ, ഈ എന്താ നടക്കുന്നത് എന്നൊന്നും അറിയണമല്ലോ. അതിനു വേണ്ടി ഒരു പോക്കുണ്ട്. പടച്ചാൻ വരാൻ കാത്തുരക്ഷിക്കും. പക്ഷെ എല്ലായിടത്തും കൂടുതൽ ആരാ? സഹോദരിമാരാണ്. ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ കൂടുതലും സഹോദരിമാരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ വിനീതനൊന്ന് പറഞ്ഞു കൊണ്ടേ, എന്റെ പെങ്ങളെ നീ എങ്ങനെയായിരിക്കും? എന്റെ സഹോദരി നീ എങ്ങനെയായിരിക്കും? നിന്റെ ജീവിതം എങ്ങനെ? നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും എങ്ങനെയായിരിക്കും? സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശരീരം മറച്ചുകൊണ്ടൊരു മുസ്ലിമത്തായി ജീവിക്കാൻ താല്പര്യമില്ലാതെ സിനിമാ താരങ്ങൾക്ക്, റിയാലിറ്റി ഷോകൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ജീവിതം കൊടുത്തേക്കുക അല്ലെ, അതിനുവേണ്ടി ജീവിതം ഇങ്ങനെ കൊടുത്തേക്കുക. എന്നാൽ അറിയണം, ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പെണ്ണെങ്ങനെയാകണം? ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പെണ്ണെങ്ങനെയാകണം? എന്റെ പെങ്ങളെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ അറിഞ്ഞുകൊള്ളുക, സഹോദരിമാരെ സ്വീകരിച്ചു കൊള്ളുക. അഫ്ളൽ ഖാസിമിയുടെ വാക്കല്ല പിന്നെയോ, അഫ്ളലുൽ കലാമായ അല്ലാഹുവിന്റെ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ ഇതാ പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ വഖർന ഫീ ബുയൂതികുന്ന വഖർന ഫീ ബുയൂതികുന്ന, ഏ പെണ്ണുങ്ങളെ, നിങ്ങളിങ്ങനെ പൂരപ്പറമ്പിലേതായ മാതകത്തിടമ്പുകളായി നടന്ന നിങ്ങൾ ഇപ്രകാരം അന്യ മനുഷ്യർക്ക് ശരീരം ആസ്വദിക്കുന്ന രീതിയിൽ നിങ്ങളിങ്ങനെ ശരീരവും തുറന്നിട്ട് നടന്നു കളയല്ലേ. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി കഴിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ സൗന്ദര്യമുണ്ടല്ലോ, നിങ്ങളുടെ ശരീരമുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിന്റെ അംഗരാഭണ്യങ്ങളുണ്ടല്ലോ, അതാർക്ക് വേണ്ടിയുള്ളതാ? അത് ആസ്വദിക്കാൻ അർഹതയുള്ള ഒരേ ഒരാൾ നിങ്ങളുടെ ഭർത്താവ് മാത്രമാണ്. ആ ഭർത്താവിന് വേണ്ടി ആ ശരീരം കൊടുക്കേണ്ടത് ഭർത്താവിന്റെ മുന്നിലല്ലാതെ അന്യരുടെ മുന്നിൽ ശരീരം തുറന്നിടുന്ന പെണ്ണേ, അല്ലാഹു തആല പറയുകയാണ്, പെണ്ണുങ്ങളെ നിങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കല്ലൂ, പെണ്ണുങ്ങളെ നിങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കല്ലൂ. അങ്ങാടികളിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളാണ്, തുണിക്കടകളെല്ലാം കയറിയിറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളാണ്. ഖുർആനിലേക്ക് മടങ്ങുക. വഖർന ഫീ ബുയൂതികുന്ന, അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ വീട്ടുകളിൽ അടങ്ങി ഒതുങ്ങി നിങ്ങൾ കഴിയുക. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ, അതേ പുരാണ കാലങ്ങളിലെ പെണ്ണുങ്ങൾ ശരീരം തുറന്നിട്ട് നടന്ന പോലെ നിങ്ങളും നിങ്ങളുടെ ശരീരം തുറന്നിട്ട് നടക്കല്ലോ. പുരാണ കാലത്തെ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്നറിയുമോ? ലോകത്തെ ഏറ്റവും ആദ്യത്തെ പള്ളിയായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനമായ കഅബാലയത്തിലേക്ക് അവർ പോവുകയാണ്. എന്തിനാ? കഅബാലയം സിയാറത്ത് ചെയ്യാൻ, കഅബാലയം തവാഫ് ചെയ്യാൻ. അവരെങ്ങനെയാണ് സിയാറത്ത് നടത്തുന്നത്? അവരെങ്ങനെയാണ് തവാഫ് ചെയ്യുന്നത്? ശരീരത്തിലെ വസ്ത്രമെല്ലാം അഴിച്ചെറിയുകയാണ്. ശരീരത്തിലെ വസ്ത്രമെല്ലാം അഴിച്ചെറിഞ്ഞുകൊണ്ട് പരിപൂർണ മഗ്നരായി അല്ലാഹുവിന്റെ കഅബാലയത്തെ സിയാറത്ത് ചെയ്യുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, പെണ്ണുങ്ങളെ പാടില്ല, പാടില്ല, പാടില്ല. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ഒരിക്കലും നിങ്ങൾ അങ്ങനെയാകല്ലോ, ഒരിക്കലും നിങ്ങൾ അങ്ങനെയാകല്ലോ. ശരീരം തുറന്നിട്ട് നടക്കല്ലോ. ശരീരത്തിന്റെ സൗന്ദര്യം മറ്റുള്ള മനുഷ്യർക്ക് നിങ്ങൾ കൊടുക്കല്ലോ. സൗന്ദര്യം മാത്രമല്ല എന്റെ പെണ്ണുള്ളൂ, എന്റെ സഹോദരിമാർക്ക് ഇന്ന് സുഗന്ധദ്രവ്യങ്ങളോട് വല്ലാത്ത താല്പര്യമാണ്. അത് കുളിക്കുമ്പോൾ നല്ല മണമുള്ള സോപ്പ് തേക്കുകയാണ്, തലയിൽ നല്ല മണമുള്ള ഷാമ്പൂ തേക്കുകയാണ്, വസ്ത്രത്തിലെ നല്ല പെർഫ്യൂംസും അത്തറുകളും മാറി പുരട്ടുകയാണ്.
തൂക്കുകയാണ്. പോരാത്തതിന് തലയിലുമെല്ലാം മണമുള്ള മുല്ലപ്പൂവും കെട്ടിത്തൂക്കുകയാണ്. അങ്ങനെ കെട്ടിത്തൂക്കിക്കൊണ്ട് എന്റെ പെങ്ങന്മാര് കല്യാണത്തിന് പോകുമ്പോ അങ്ങനെ സൗന്ദര്യത്തില് സുഗന്ധമുള്ള വസ്തുവകകൾ കെട്ടിവെച്ചിട്ട് എന്റെ സഹോദരിമാര് സിയാറത്തിന് വേണ്ടി പോകുമ്പോ എന്റെ സഹോദരിമാര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊരുങ്ങുമ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു പെണ്ണുതാ ശരീരത്തില് സുഗന്ധവും പൂശിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം സുഗന്ധമുള്ള വസ്തുക്കളും വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരൊരു സമൂഹത്തിനടുക്കലോടെ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ സുഗന്ധപൂരിതമായ പെണ്ണുങ്ങള് അന്യരായ പുരുഷന്മാരുടെ അടുക്കലോടെ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ നടന്നു നീങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫയജിദു റീഹഹാ നിന്റെ ശരീരത്തിലുള്ള നിന്റെ തലയിൽ ചൂടിയ മുല്ലപ്പൂവുണ്ടല്ലോ എന്റെ പെങ്ങളെ, നീ തേച്ച് കുളിച്ച സോപ്പിന്റെ മണമുണ്ടല്ലോ, നിന്റെ വസ്ത്രത്തിൽ നീ അടിച്ച വിലയുറഞ്ഞ പെർഫ്യൂംസ് ഉണ്ടല്ലോ, അതിന്റെ എങ്ങാനും ഒരു ചെറിയ നറുമണം. അന്യനായ പുരുഷന്റെ നാസാദ്വാരങ്ങളിലേക്കൊന്ന് കടന്നാൽ നിന്നെ കാണല് ഹരാമായ, നിന്റെ ശരീരം കാണല് നിഷിദ്ധമായ അന്യനായ ഒരു പുരുഷന്റെ മൂക്കിലേക്ക് നിന്റെ ശരീരത്തിന് വസ്ത്രത്തിലേതായ സുഗന്ധത്തിന്റെ നറുമണമൊന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഫഹിയ സാനിയാ ഏ പെണ്ണേ, അവൾ വ്യഭിചാരിച്ച പെണ്ണാണ്. ഏ പെണ്ണേ, അന്യപുരുഷന് വേണ്ടി ശരീരം തുറന്നു കൊടുത്തിട്ട് അവനോട് വ്യഭിചാരം നടത്തിയ പെണ്ണിന് തുല്യമാണ് ശരീരത്തിന് സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തേക്കിറങ്ങുന്ന പെണ്ണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ.